നമസ്കാരം. ഇന്ന് നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, നല്ല അബണ്ടൻസിൽ ജീവിക്കണമെന്ന്. നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ശരിയായ സമയത്ത് കൃത്യമായ രീതിയിൽ നടന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ. അതിന് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മളെ കയ്യിൽ എന്താണ് വേണ്ടത്? പണമാണ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് പണത്തിൻ്റെ കുറവ് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവിക്കാനുള്ള കാരണം എന്നൊന്ന് നോക്കാം. നമ്മൾക്ക് ഉള്ള പണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആളുകളാണെങ്കിൽ അവരെപ്പോഴും സമ്പന്നത അനുഭവിക്കുന്നവരായിരിക്കും. അല്ലാതെ എൻ്റെ കയ്യിൽ എപ്പോഴും പണമില്ല അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ് നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും ഇല്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യത്തിനും നമ്മൾക്ക് നല്ല വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പണം ഇല്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനായിട്ട് പണമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നോട്ടായിട്ട് നമ്മളെ കയ്യിൽ പണം ഇരിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കയ്യിൽ മൊബൈലുണ്ട്, അത് മൊബൈലിൽ പല പല റീൽസുകൾ കാണുന്നു, യൂട്യൂബ് കാണുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി മേലാക്കം ഒരിക്കലും നിങ്ങൾ പറയരുത് പണം ഇല്ല എന്ന് പറയരുത്. അത് വളരെ വലിയൊരു നന്ദികേടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മണി എന്ന് പറയുന്നത് വളരെ വളരെ പ്യുവറായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും തന്നെ എനർജിയാണ്, അതിനൊരു ബോധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എനർജിക്ക് മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ പണം ഒരു എനർജിയാണ്. അതിനോട് എത്രത്തോളം നമ്മൾ നന്ദിയോടെ സ്നേഹത്തോടെ പെരുമാറുന്നു അത്രത്തോളം അത് നമ്മളിലേക്ക് വരികയാണ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ പണത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? പണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലരിടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കില്ലേ, പണം പോയി പ്രൗഢി വരട്ടെ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പണം പോകട്ടെ എന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അങ്ങനെ ഇനി ഒരിക്കലും ഒരാളും പറയാൻ പാടില്ല പണം പോയി പ്രൗഢി വരട്ടെ എന്ന് പറയരുത്. പണം വരട്ടെ, പ്രൗഢിയും വരട്ടെ, അങ്ങനെ പറഞ്ഞൂടെ, മാറ്റി പറഞ്ഞൂടെ? പിന്നെയോ പണം ഇന്ന് വരും നാളെ പോകും. അങ്ങനെയുള്ളവരുടെ കയ്യിൽ പണം എപ്പോഴും വന്നും പോയും കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ വലിയ ഒരു അഫർമേഷനാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചേർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് പണത്തെക്കുറിച്ച് ഉണ്ടാവുക. അപ്പോൾ പണത്തിനെ കുറിച്ച് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്തൊക്കെയാണ് പറയാറുള്ളത്? പണക്കാരോട് ഭയങ്കര അസൂയ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയും പണം വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ നിലത്തൊന്നല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കുന്നത് എന്താ? പണം വരുന്നത് നമുക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ പണക്കാരോട് നമ്മളൊരു ഇഷ്ടക്കേട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിർത്താം. പിന്നെയുണ്ട്, എത്രയൊക്കെ പണം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യും? ചെലവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനോട് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കലും, അങ്ങനെ പണം എത്ര ഉണ്ടെങ്കിലും ആ പണത്തിനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഷോപ്പ് കാണിക്കാൻ വേണ്ടി നടക്കുന്നവരാണെങ്കിലും അവരുടെ കയ്യിലും എത്ര പണം കിട്ടിയാലും അത് നിൽക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊന്നും കൊടുക്കണമെന്നുള്ളൊരു മനോഭാവം തീരെ ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരുടെ കയ്യിലും പണം നിൽക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെയുണ്ട്, ചില ആളുകൾ കാണാം, ഇത്രയൊക്കെ എത്ര പണം നമ്മളതിൽ നിന്ന് ചിലവാകുന്നു, ഇതും കൂടി അങ്ങ് പോയിക്കോട്ടെ, സാരമില്ല. അപ്പോൾ പണം ചിലവാക്കാനായിട്ട് ഒരു മടിയുമില്ല, അങ്ങനെ ചിലവാക്കുന്നവരുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണത്തെ നമ്മൾ ഒരു കിളിയെ പിടിക്കുന്നത് പോലെ പിടിക്കണം എന്നാണ് പറയുന്നത്. കിളീനെ നമ്മൾ മുറുക്കി പിടിച്ചു എന്ന് വിചാരിക്കും, അപ്പോൾ കിളി ചത്തുപോവില്ലേ? അതായത് നമുക്ക് ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ ഭയങ്കര പിശുക്കന്മാരായി വെച്ചാലും പണം വർദ്ധിക്കില്ല. പിന്നെ ഒരു കിളിയാണെന്നുണ്ടെങ്കിൽ ആ കിളീനെ അങ്ങോട്ട് പറത്തി വിട്ടാലോ അതങ്ങ് പറന്നു പോവില്ലേ? അപ്പോൾ അങ്ങനെ എടുത്ത് ചിലവാക്കാനും പാടില്ല. അതാണ് പറയുന്നത്, ഒരു കിളീനെ പിടിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ പണത്തെ
പിടിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. ഒരു 30% സേവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത്രയില്ലെങ്കിൽ ഒരു 10% നമുക്ക് കിട്ടുന്നതിൻ്റെ നിന്ന് സേവ് ചെയ്ത് വെക്കുക. 1% മറ്റുള്ളവർക്ക് കൊടുക്കാനായും നമ്മൾ എടുത്തു വെക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ പണത്തോടുള്ള നമ്മുടെ മനോഭാവം മാറുമ്പോൾ തന്നെ പണം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മുടെ കയ്യിലുള്ളത് ആവശ്യത്തിന് നമ്മൾ നിൽക്കുകയും ചെയ്യും, ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് കിട്ടുകയും ചെയ്യും. ഇതിനൊക്കെ പുറമെ നമ്മൾ നല്ല ജോലി ചെയ്യണം, എങ്കിൽ മാത്രമേ പണം വരുള്ളൂ. ആ കിട്ടുന്ന പണത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നല്ലൊരു ജോലി നമ്മൾക്ക് കിട്ടണമെങ്കിലും അതിനുള്ളൊരു അർഹത വരണമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. പണത്തിനോടൊക്കെ നമ്മൾക്ക് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ് നമ്മൾക്ക് ഇന്നത്തെ പ്രാക്ടീസ് എന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു നോട്ട് എടുക്കുക. 100-ൻ്റെയോ 500-ൻ്റെയോ 50-ൻ്റെയോ 20-ൻ്റെ ഏതെങ്കിലും ഒരു നോട്ട് എടുത്തിട്ട് ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുക. എന്നിട്ട് അതുമേലെ ആ സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുക. സ്റ്റിക്കി നോട്ട് ഇല്ലാത്തവർ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കണ്ട, സ്റ്റിക്കി നോട്ടുള്ളവർ മാത്രം നോട്ടിൽ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ നോട്ട് കേടായി പോകും. ഒരു ചെറിയ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിലെഴുതുക, താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് ബീൻ ഗിവൺ ത്രൂ ഔട്ട് മൈ ലൈഫ്. താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് ബീൻ ഗിവൺ ത്രൂ ഔട്ട് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും നന്ദി. അങ്ങനെ ആ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ആ നോട്ടുമ്മൽ ഒട്ടിച്ച് വയ്ക്കുക. സ്റ്റിക്കി നോട്ട് ഇല്ലാത്തവർ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിലെഴുതിയിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ നമ്മുടെ നോട്ട് വെച്ചാലും മതി. എന്നിട്ട് അത് പേഴ്സിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം നാളെ അത് എല്ലാ നേരത്തും നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്നുണ്ടോ ആ സമയത്തൊക്കെ അതിനെ എടുത്ത് ഇങ്ങനെ വായിക്കുക. എന്തെന്ന് വായിക്കുക? എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും നന്ദി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അങ്ങനെ നല്ല ഫീൽ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും നന്ദി, നന്ദി, നന്ദി. എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും നന്ദി, നന്ദി, നന്ദി എന്നങ്ങനെ പറയാം. അപ്പോൾ ഇതാണ് 5-ാമത്തെ ദിവസത്തെ പ്രാക്ടീസ്. ഡേ 1-ഉം ഡേ 2-ഉം എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.